സ്റ്റെഫിയും ഭർത്താവ് രാജ്മോഹനും രണ്ടുപേരും ടെക്കികളാണല്ലേ? 26 വയസ്സാണ് രാജ്മോഹന്. അതെ, അവർ പരിചയപ്പെടുന്നത് 2022-ലാണ്. സ്റ്റെഫിയുടെ വീട്ടിൽ രാജ്മോഹൻ വാടകയ്ക്ക് താമസിക്കാൻ വന്നപ്പോഴാണ്. വീട്ടുകാർക്ക് പക്ഷേ എതിർപ്പുണ്ടായിരുന്നു, ജാതിയുടെ പ്രശ്നം. അതെ, ജാതി വ്യത്യാസങ്ങൾ കാരണം രണ്ട് വീട്ടുകാർക്കും താൽപ്പര്യക്കുറവുണ്ടായിരുന്നു. പക്ഷേ അവർ ഈ വർഷം 2024 ഫെബ്രുവരി 19 വിവാഹിതരായി. പക്ഷേ കല്യാണത്തിന് മുൻപേ തന്നെ ഈ സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ വലിയ ആവശ്യങ്ങളുണ്ടായിരുന്നുവെന്ന് കേട്ടല്ലോ. ശരിയാണ്. രാജ്മോഹന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടത് 100 പവൻ സ്വർണവും ഒരു കാറുമാണ്. 100 പവൻ? അതെ. സ്റ്റെഫിയുടെ വീട്ടുകാർക്ക് അത്രയും കൊടുക്കാൻ പറ്റിയില്ല. അവർ 40 പവൻ സ്റ്റെഫിക്കും ഒരു 5 പവൻ രാജ്മോഹനും കൊടുത്തു. പിന്നെ ഏകദേശം 2 ലക്ഷം രൂപ വില വരുന്ന ഒരു 2 വീലർ. അതുകൂടാതെ പണമായും ലക്ഷങ്ങൾ കൊടുത്തു എന്നും പറയുന്നു. ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു. ഓൺലൈനായും നേരിട്ടുമൊക്കെയായിട്ട് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം. ഇത്രയൊക്കെ കൊടുത്തിട്ടും വീണ്ടും പീഡനം തുടങ്ങിയെന്ന് പറയുമ്പോൾ? അതെ, അതാണ് ഏറ്റവും ദുഃഖകരം. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ രാജ്മോഹനും അയാളുടെ അമ്മയും കൂടുതൽ പണം ചോദിച്ച് സ്റ്റെഫിയെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവമുണ്ടായിരുന്നു. സ്റ്റെഫി ഇക്കാര്യങ്ങളൊക്കെ ചില സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞിട്ടുണ്ട്. ആ സംഭാഷണങ്ങളൊക്കെ പിന്നീട് പോലീസിന് കിട്ടി. അതും പ്രധാന തെളിവായി.